നമസ്കാരം. ഇന്ത്യയിലെ കർഷക സമൂഹത്തിന് കേന്ദ്ര സർക്കാർ നൽകി വരുന്ന ഏറ്റവും വലിയ സാമ്പത്തിക സുരക്ഷാ കവചമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC. കൃഷി ചെയ്യാൻ പണമില്ലാതെ വലയുന്ന കർഷകരെ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും ബ്ലേഡ് പലിശക്കാരുടെ ചതിക്കുഴികളിൽ ചെന്നുപെടുന്നത് തടയുക, വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ ആവശ്യത്തിന് മൂലധനം യഥാസമയം ലഭ്യമാക്കുക എന്നിവയാണ് ഈ വിപ്ലവകരമായ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. എന്നാൽ നിലവിലെ കാർഷിക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് കർഷകർക്ക് കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുന്നതിനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും കേന്ദ്ര സർക്കാരും ഈ പദ്ധതിയിൽ വലിയ രീതിയിലുള്ള പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ട്. വായ്പാ പരിധിയിലെ വർധനവ്, ഈടില്ലാതെ ലഭിക്കുന്ന തുകയുടെ വർധന, ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സംയോജനം എന്നിങ്ങനെ കർഷകർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട എല്ലാ നിർണായക വിവരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി പങ്കുവെക്കുന്നത്. എല്ലാവരും പൂർണ്ണമായി കാണുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക. ലളിതമായി പറഞ്ഞാൽ കർഷകർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു കാർഡ് രൂപത്തിലുള്ള കാർഷിക ലോൺ സംവിധാനമാണിത്. വിത്തുകൾ, വളങ്ങൾ, കീടനാശിനികൾ എന്നിവ വാങ്ങുന്നതിനും വിളവെടുപ്പ് ശേഷമുള്ള ചെലവുകൾക്കും കർഷക കുടുംബങ്ങളുടെ അടിയന്തര ആവശ്യങ്ങൾക്കും കാർഷിക ആസ്തികളുടെ അറ്റകുറ്റപ്പണികൾക്കും ഈ തുക വിനിയോഗിക്കാവുന്നതാണ്. സ്വന്തമായ കൃഷിഭൂമിയുള്ള വ്യക്തിഗത കർഷകർക്ക് മാത്രമല്ല, ഒന്നിലധികം കർഷകർ ചേർന്നുള്ള കൂട്ടായ്മകൾക്കും ഈ വായ്പകൾക്ക് അർഹതയുണ്ട്. ഇതുകൂടാതെ സ്വന്തമായി ഭൂമിയില്ലാതെ പാട്ടത്തിന് കൃഷി ചെയ്യുന്നവർ, പങ്ക് കൃഷിക്കാർ, കർഷകരുടെ സ്വയം സഹായ സംഘങ്ങൾ, ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ എന്നിവർക്കും ലളിതമായ മാനദണ്ഡങ്ങളോടെ അപേക്ഷിക്കാം. കൃഷിക്ക് പുറമെ മൃഗസംരക്ഷണം, ക്ഷീരവികസനം, പശു ആട് വളർത്തൽ, കോഴി വളർത്തൽ, മത്സ്യബന്ധനം തുടങ്ങിയ അനുബന്ധ മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജീവനക്കാർക്കും ഈ പദ്ധതി പ്രകാരം വായ്പ അനുവദിച്ചു നൽകുന്നുണ്ട്. കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ ഏറ്റവും വലിയ ആകർഷണീയത എന്നത് അതിന്റെ ബാധ്യതയില്ലാത്ത കുറഞ്ഞ പലിശ നിരക്കുകളാണ്. സാധാരണ നിലയിൽ ഈ വായ്പയുടെ പലിശ നിരക്ക് 7%. എന്നാൽ കർഷകർ എടുത്ത വായ്പാ തുക കൃത്യസമയത്ത് ബാങ്കിൽ തിരിച്ചടയ്ക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ഇളവ് പ്രകാരം 3% പലിശ സബ്സിഡിയായി തിരികെ ലഭിക്കും. അതായത് കൃത്യമായ ഇടപാടുകൾ നടത്തുന്ന ഒരു കർഷകന് ഫലത്തിൽ വെറും 4% പലിശ നിരക്കിൽ ഈ വായ്പ ലഭ്യമാകും. നമ്മൾ ബാങ്കുകളിൽ പണം നിക്ഷേപിച്ചാൽ ലഭിക്കുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് പലിശ നിരക്കിനേക്കാൾ എത്രയോ കുറഞ്ഞ നിരക്കാണിത്. കൂടാതെ ഇതിന്റെ മറ്റൊരു വലിയ പ്രത്യേകത അനുവദിക്കപ്പെട്ട ആകെ ലോൺ തുകയ്ക്ക് മുഴുവൻ പലിശ നൽകേണ്ടതില്ല എന്നതാണ്. നിങ്ങൾക്ക് 2 ലക്ഷം രൂപ ലോൺ അനുവദിച്ചാൽ കൃഷി ആവശ്യത്തിനായി ആദ്യഘട്ടത്തിൽ 50,000 രൂപ മാത്രമാണ് പിൻവലിച്ചതെങ്കിൽ ആ ഉപയോഗിച്ച തുകയ്ക്ക് മാത്രമേ ബാങ്ക് പലിശ ഈടാക്കുകയുള്ളൂ. ബാക്കി തുക നിങ്ങളുടെ അക്കൗണ്ടിൽ സുരക്ഷിതമായിരിക്കുകയും ചെയ്യും. ഈ വർഷം റിസർവ് ബാങ്ക് വരുത്തിയ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കർഷകർക്ക് വലിയ തോതിൽ ആശ്വാസം പകരുന്നവയാണ്. ഒന്നാമതായി, യാതൊരുവിധ സെക്യൂരിറ്റിയോ ഭൂമിയുടെ പ്രമാണമോ പണയപ്പെടുത്താതെ ലഭിക്കുന്ന ഈടില്ലാത്ത വായ്പയുടെ പരിധി മുൻപുണ്ടായിരുന്നത് 1,60,000 രൂപയിൽ നിന്നും 2 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് ചെറുകിട കർഷകർക്കും പാട്ട കർഷകർക്കും വലിയൊരു അനുഗ്രഹമാണ്. രണ്ടാമതായി, MISS സ്കീം പ്രകാരം കുറഞ്ഞ പലിശയിൽ ലഭിക്കുന്ന ആകെ കാർഷിക വായ്പയുടെ പരിധി 3 ലക്ഷം രൂപയിൽ നിന്നും 5 ലക്ഷം രൂപയായി ഉയർത്തി. ഇതോടൊപ്പം വായ്പയുടെ കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷമായി നീട്ടിയിട്ടുണ്ട്. ഇതുവഴി കർഷകർക്ക് എല്ലാ വർഷവും ബാങ്കിൽ കയറിയിറങ്ങി വായ്പ പുതുക്കേണ്ടി വരുന്ന വലിയൊരു മാനസിക ശാരീരിക ബുദ്ധിമുട്ട് ഒഴിവാക്കാവുന്നതാണ്. കൂടാതെ വിളവെടുപ്പ് കാലഘട്ടം ഏകീകരിച്ചുകൊണ്ട് ചുരുങ്ങിയ കാലയളവിലുള്ള വിളകൾക്ക് 12 മാസവും ദീർഘകാല വിളകൾക്ക് 18 മാസവുമായി തിരിച്ചടവ് കാലാവധി കൃത്യമായി നിശ്ചയിച്ചിട്ടുമുണ്ട്. കേവലം കൃഷി ഇറക്കാൻ മാത്രമല്ല, കൃഷിയെ കൂടുതൽ ശാസ്ത്രീയവും സ്മാർട്ട് ആക്കാനും ഇപ്പോൾ KCC വായ്പ ഉപയോഗിക്കാം. മണ്ണ് പരിശോധന നടത്തുന്നതിനുള്ള ചെലവുകൾ, തത്സമയ കാലാവസ്ഥാ പ്രവചന സേവനങ്ങൾ ലഭ്യമാക്കൽ, ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഓർഗാനിക് ഫാമിംഗ് സർട്ടിഫിക്കേഷൻ എന്നിവയ്ക്കുള്ള സാങ്കേതിക ചെലവുകൾ കൂടി ഇനി KCC ലോൺ പരിധിക്കുള്ളിൽ അനുവദിക്കാൻ RBI ബാങ്കുകൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പുതിയ ഉത്തരവ് പ്രകാരം PM കിസാൻ സമ്മാൻ നിധി, കിസാൻ ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയ ആനുകൂല്യങ്ങൾ തുടർന്നും തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ കർഷക രജിസ്ട്രിയിൽ പേര് ചേർത്ത് ഒരു കർഷക ID സ്വന്തമാക്കേണ്ടതാണ്. ഈ ഡിജിറ്റൽ കർഷക ID ഉള്ളവർക്ക് മാത്രമേ ഇനി മുതൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാവിധ കാർഷിക ആനുകൂല്യങ്ങളും നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുകയുള്ളൂ. വായ്പയുടെ പലിശയിളവ് കൃത്യമായി അക്കൗണ്ടിലേക്ക് വരണമെങ്കിൽ ബാങ്ക് അക്കൗണ്ടുമായി ആധാർ കാർഡ് ലിങ്ക് ചെയ്യേണ്ടതും അനിവാര്യമാണ്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ വായ്പയ്ക്കായി അപേക്ഷിക്കാവുന്നതാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലുള്ള പൊതുമേഖലാ ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രദേശത്തെ സഹകരണ ബാങ്കുകൾ എന്നിവ വഴി KCCക്ക് അപേക്ഷിക്കാം. ബാങ്കുകളുടെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴി ഓൺലൈനായോ അല്ലെങ്കിൽ നേരിട്ട് ഹോം ബ്രാഞ്ചുകളിൽ ചെന്നോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷയോടൊപ്പം കൃത്യമായി പൂരിപ്പിച്ച ഫോം, വ്യക്തിത്വം തെളിയിക്കുന്നതിനുള്ള ആധാർ കാർഡ്,
വോട്ടർ ID അല്ലെങ്കിൽ പാൻ കാർഡ് വില്ലേജ് ഓഫീസിൽ നിന്നോ റവന്യൂ അധികാരികളിൽ നിന്നോ സാക്ഷ്യപ്പെടുത്തിയ പുതിയ ഭൂനികുതി രസീത്, നിലവിലെ കൃഷി വിവരങ്ങൾ തുടങ്ങിയ പകർപ്പ്, കൂടാതെ അപേക്ഷകന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവയാണ് സമർപ്പിക്കേണ്ടത്. അർഹരായ എല്ലാ കർഷക സുഹൃത്തുക്കളും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം. നന്ദി, നമസ്കാരം. Please subscribe our channel.